നമസ്കാരം. 2025 ശനി രാശി മാറുന്നു. 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ പൂയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ശനിദോഷ ഫലങ്ങൾ എന്നെല്ലാമാണെന്ന് നോക്കാം. ശനി രാശി മാറുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന ശനിദോഷം പൂർണ്ണമായും മാറുകയും തുടർന്ന് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ജീവിതം സന്തോഷകരമായി മാറുകയും ആനന്ദത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കുണ്ടായിരുന്ന ശനിദോഷം, അഷ്ടമ ശനിദോഷം മാറുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ശനിയെക്കൊണ്ട് ഗുണവും ദോഷവും ജീവിതത്തിൽ വരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായ അനുഭവം, പലരും പറയുന്നുണ്ട് ശനി മാറുമ്പോൾ രാജയോഗം. അത്രയ്ക്കുള്ള രാജയോഗമൊന്നും അങ്ങനെ വരില്ല. നിങ്ങൾക്കുണ്ടായിരുന്ന കഷ്ടപ്പാട് മാറി വരികയാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ശനി നമ്മുടെ ജാതകത്തിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നതെന്ന് കൂടി നോക്കുക. ഇപ്പോൾ ജാതകത്തിൽ ശനി നീചത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ മാറ്റം കൊണ്ടൊരു ഗുണഫലം ഉണ്ടാകില്ല. എന്നാൽ ജാതകത്തിൽ ഉച്ചത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാകുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നു. ലോട്ടറി പോലുള്ള ചെറിയ രീതിയിലുള്ള ഭാഗ്യക്കുറികൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയുണ്ടാകുന്നു. അങ്ങനെയുള്ള ഗുണകരമായ അനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. അപ്പോൾ നമ്മൾ പറയും പെട്ടെന്നാണ് ഇപ്പോൾ ശനിമാറ്റത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഇത്രയും നല്ല രീതിയിൽ പറയുന്നു. അതങ്ങനെ തന്നെയാണ്. നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങളും, എന്നാൽ സ്ഥാനം അഷ്ടമത്തിലോ മറ്റേതെങ്കിലും രാശിയിൽ നിൽക്കുമ്പോൾ ദോഷഫലങ്ങളുമാണ്. ഇപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശനിമാറ്റം മൂലം ഭാഗ്യമുണ്ടാകുന്ന ഒരു നക്ഷത്രത്തിൽ ഒന്നാണ് പൂയം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷം കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ ദോഷഫലങ്ങളൊന്നും ബാധിക്കാത്തതിനാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയം, ജാതകം സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ.